ആർട്ട് ഓഫ് ലിവിംഗ് വാടനപ്പള്ളിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ശ്രീ രവിശങ്കറിന്റെ 70-ാം ജന്മദിനവും ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികവും ആഘോഷിക്കുന്ന വേളയിലാണ് ആർട്ട് ഓഫ് ലിവിംഗ് വാടനപ്പള്ളിയുടെ 25-ാം വാർഷികം ആഘോഷിക്കുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 400ഓളം പേർ പങ്കെടുത്ത ഘോഷയാത്ര നടത്തി. വാടനപ്പള്ളി ചാരുത ഗ്രൗണ്ടിൽ നടത്തിയ സമ്മേളന യോഗം കേരള അപ്പെക്സ് ബോഡി സെക്രട്ടറി അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. മതത്തിൻ്റെയോ ദേശത്തിൻ്റെയോ പേരിൽ നമുക്ക് ഭിന്നതകളില്ല. 186 രാജ്യങ്ങളിൽ ഈ പ്രസ്ഥാനം വളർന്നു കഴിഞ്ഞു. ഗുരുദേവൻ 70 വയസ്സിനോടടുത്തിരിക്കുകയാണ്. 45 വർഷമായി ഈ പ്രസ്ഥാനം ലോകവ്യാപകമായി നടത്തി വരുന്നത്. അദ്ദേഹത്തിന് ഒരു വർഷം 365 ദിവസമേ ഉള്ളൂ. ഓരോ രാജ്യങ്ങളിൽ തന്നെ സന്ദർശിക്കാനായിട്ട് 2 ദിവസം എടുത്താൽ ഇന്ത്യയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അത്രയും നിരന്തരമായി പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മതസ്പർദ്ധ ഇല്ലാത്ത, വഴക്കുകളില്ലാത്ത, കാലുഷ്യമില്ലാത്തൊരു ലോകം സൃഷ്ടിക്കുക. അതിന് നമ്മൾ ഓരോരുത്തരും നീലകണ്ഠന്മാരാവണം. അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. വേറൊന്നും വേണ്ട. കഴിഞ്ഞ ശിവരാത്രിക്ക് പോലും അദ്ദേഹം പറഞ്ഞത്. കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് കോർഡിനേറ്റർ രാകേഷ് അധ്യക്ഷത വഹിച്ചു. ബ്രഹ്മചാരി ചിത് പ്രകാശ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർ അനിൽകുമാർ, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രുതി, തൃശൂർ ജില്ലാ പ്രസിഡന്റ് അജയൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി സുവിൻ ശങ്കർ, മുൻ ഭാരവാഹികളായ അച്യുതൻ, ജീവൻ ജോൺ, സീനിയർ അധ്യാപകരായ ശ്രീധരൻ നമ്പൂതിരി, ബാലുമാഷ്, മീര വർമ്മ, ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർമാരായ സതീഷ്, രാജേഷ് അരങ്ങത്ത്, രാജേഷ് രാജൻ, രാധാമണി, പ്രസിഡന്റ് സുമ പങ്കജാക്ഷൻ, സെക്രട്ടറി സവിത, അനശ്വര എന്നിവർ പങ്കെടുത്തു. തുടർന്ന് സുമേരു ഗായകർ അവതരിപ്പിച്ച ഭജൻ സന്ധ്യയും ഉണ്ടായിരുന്നു. Namo